وعن عائشة رضي الله تعالى عنها قالت ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു ഫഖത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൻ, ഒരു രാത്രി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാണ്ടായി. ഫൈദാ ഹുവ ബിൽ ബഖീ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെ ആയപ്പോൾ രാത്രി ഉറക്കിൽ നിന്ന് എണീറ്റ് വസ്ത്രമൊക്കെ മാറ്റി തങ്ങൾ എവിടെയാണ് പോയത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒന്ന് പുറത്തിറങ്ങി. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീഇൽ സുജൂദിൽ കിടക്കുന്നു. നീണ്ട സുജൂദ് കഴിഞ്ഞ് എന്നെ നോക്കി. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, അകുന്തി തഖാഫീന അൻ യഹീഫല്ലാഹു അലൈകി വറസൂലുഹു, അല്ലാഹു തആലയും അല്ലാഹുവിൻ്റെ റസൂലും നിനക്ക് അക്രമം ചെയ്യുമെന്ന് നീ പേടിക്കുന്നുണ്ടോ? എന്തിനാണ് ഈ സമയത്ത് എന്നെ കാണാതെ ആകുമ്പോഴേക്കും ഇങ്ങനെ അന്വേഷിച്ചു പുറത്തിറങ്ങിയത് എന്ന് നിനക്ക് ചോദിച്ചു. ഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ റസൂലെ, അങ്ങനെ തങ്ങൾ എന്നെ ആക്രമിക്കുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടൊന്നും ഞാൻ പുറത്തിറങ്ങിയതല്ല. മറിച്ച് ഇന്നി ദനന്തു അന്നക അതൈത ബഅദ നിസായിക, നബിയെ, തങ്ങളുടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യത്തിന് വേണ്ടി മറ്റേതെങ്കിലും ഭാര്യമാർ താമസിക്കുന്ന വീട്ടിലേക്ക് പോയതാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങിയതാണ്. തങ്ങൾ എന്നെ ആക്രമിക്കും, എന്നെ ചതിക്കും എന്ന് തെറ്റിദ്ധരിച്ചിട്ടൊന്നും പുറത്തിറങ്ങിയത് അല്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇൽമു പഠിക്കാൻ ഏറ്റവും താല്പര്യം കാണിക്കുന്ന ഒരു വനിതയായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ കഴിച്ചാൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരു സഹാബിയത്താണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനു വേണ്ടിയാണ് പുറത്തിറങ്ങിയത് ഈ സമയത്ത് എന്ന് പഠിക്കാനുള്ള താല്പര്യത്തിലാണ് നബി തങ്ങൾ അന്വേഷിച്ചു പോയത്, അല്ലാതെ ഒന്നും തെറ്റിദ്ധരിച്ചിട്ട് അല്ല എന്ന് മനസ്സിലാക്കണം. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തആല യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാത്രിയാണല്ലോ ഇന്ന്. ഈ രാത്രി അല്ലാഹു തആല ഇറങ്ങി വരും ഇല സമാഇ ദുനിയ, ഒന്നാം ആകാശത്തിലേക്ക്. ഫയഗ്ഫിറു ലി അക്സറ മിൻ അദദി ശഅരി ഗനമി കൽബ്, കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തെക്കാളും കൂടുതൽ ആളുകൾക്ക് അല്ലാഹു തആല ഈ ദിവസം ദോഷങ്ങൾ പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞു. അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആടുകൾ വളർത്തുന്ന ഒരു ഗോത്രമായിരുന്നു കൽബ് ഗോത്രം. അവരുടെ ആടുകളുടെ രോമത്തെക്കാളും കൂടുതൽ ആളുകൾക്ക് പൊറുക്കും എന്ന് പറഞ്ഞാൽ ഈ രാത്രി അള്ളാഹുവിൻ്റെ പ്രത്യേക റഹ്മത്ത്, അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കും ആലിമീങ്ങൾക്കും അമ്പിയാക്കൾക്കും മാത്രമല്ല, ഏറ്റവും ലോക്കൽ മനുഷ്യനിക്ക് വരെ, സാധാരണയിൽ സാധാരണക്കാരനായ ഏറ്റവും പാവം ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് പോലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന ഒരു രാത്രിയാണ് ഈ രാത്രി. അതുകൊണ്ട് ഈ രാത്രി ഉറക്കം ഒഴിച്ച് കൂടുതൽ ഇബാദത്ത് ചെയ്യേണ്ടുന്ന, കൂടുതൽ ദുആയിൽ മുഴുകേണ്ടുന്ന രാത്രിയാണ്. അത് നിസ്കാരം കൊണ്ടാവാം, ഖുർആൻ കൊണ്ടാവാം, സലാത്തു ചൊല്ലൽ കൊണ്ടാവാം, ഏത് സൽക്കർമ്മവും ആവാം. ഷഅബാനിന്റെ രാത്രി പ്രത്യേകം ഒരു നിസ്കാരമൊന്നും ഇല്ല. പക്ഷെ മുത്തലക്കായ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നിസ്കരിക്കാൻ പറ്റുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ, അതൊക്കെ ഈ രാത്രി ധാരാളം നിസ്കരിക്കാം. അതുപോലെ വിത്തറ് പോലെയുള്ള നിസ്കാരങ്ങൾ സാധാരണ നിസ്കരിക്കാത്ത ആളുകളും ഈ രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതേപോലെ തസ്ബീഹ് നിസ്കാരം, അതൊക്കെ എപ്പോഴും നിസ്കരിക്കാൻ പറ്റുന്നതാണ്. അത് എപ്പോഴും നിസ്കരിക്കാത്ത ആളുകളും ഈ രാത്രിയിൽ അതൊക്കെ ചെയ്ത് രാത്രി ഹയാത്താക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വഅൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട്, ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, ഹൽ തദ്രീന മാ ഹാദിഹിൽ ലൈല, ഈ രാത്രി ഏതാണെന്ന് നിനക്കറിയുമോ എന്ന്. യാനി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാത്രിയെ കുറിച്ചാണ് ചോദ്യം.
ഖാലത്ത് ആയിഷ റളിയല്ലാഹു തആല അന്ന തിരിച്ചു ചോദിച്ചു, മാ ഫീഹാ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഇന്നത്തെ രാത്രിയിലുള്ള പ്രത്യേകത എന്ന്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫീഹ അൻ യുക്തബ കുല്ലു മൗലൂദിൻ മിൻ ബനി ആദമ ഫീ ഹാദിഹി സന, ഈ വർഷം ആദം നബി അലൈഹി സ്വലാമിന്റെ സന്താനങ്ങളിൽ ആരൊക്കെ ജനിക്കും എന്ന് എഴുതപ്പെടുന്നത് ഈ രാത്രിയിലാണ്. വഫീഹ അൻ യുക്തബ കുല്ലു ഹാരിക്കിൻ മിൻ ബനി ആദമ ഫീ ഹാദിഹി സന, ഈ വർഷം ആദം നബി അലൈഹി സ്വലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് ആരൊക്കെ മരിക്കും എന്ന് എഴുതപ്പെടുന്നത് ഈ രാത്രിയിലാണ്. വഫീഹ തുർഫഉ അഅമാലുഹും, ജനങ്ങളുടെ അമലുകളൊക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ രാത്രിയിലാണ്. വഫീഹ തൻസിലു അർസാഖുഹും, ജനങ്ങൾക്കുള്ള റിസ്ക് ഇറങ്ങുന്നത് ഈ രാത്രിയിലാണ് എന്ന് പറഞ്ഞു. ഫഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാ മിൻ അഹദിൻ യദ്ഖുൽ ജന്നത ഇല്ലാ ബിറഹ്മത്തില്ലാഹി തആല, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലല്ലോ. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അഹദിൻ യദ്ഖുൽ ജന്നത ഇല്ലാ ബിറഹ്മത്തില്ലാഹി തആല എന്ന് സലാസൻ 3 വട്ടം പറഞ്ഞു. അതെ, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ ഒരാൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞു. ഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, നബിയെ, തങ്ങളും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അല്ലേ എന്ന് ചോദിച്ചപ്പോ ഫവളഅ യദഹു അലാ ഹാമ്മത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യദു ശരീഫ്, തങ്ങളുടെ കൈ തലയുടെ മേലെ വെച്ചിട്ട് ഫഖാല പറഞ്ഞു, വലാ അന ഇല്ലാ അൻ യതഗമ്മദനില്ലാഹു മിൻഹു ബിറഹ്മതിഹി, അതെ, അള്ളാഹു എന്നെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. യഖൂലുഹാ സലാസ മർറാത്തിൻ, അത് 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമേ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. നമ്മൾ ധാരാളം അമൽ ചെയ്തു എന്നതുകൊണ്ട് സ്വർഗത്തിന് നമ്മൾ അവകാശിയൊന്നും ആകുന്നില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗം തന്നാലേ ഉള്ളൂ എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ബറാഅത്തിന്റെ രാത്രി, ശഅബാൻ 15ന്റെ രാത്രി ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. അന്ന് ധാരാളം ദുആ ചെയ്യുക, ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകുന്ന സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തആല ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിൻ, റവാഹു ഇബ്നു മാജ. ഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു തആല, ലയത്തലിഉ, സൃഷ്ടികളിലേക്ക് നോക്കും, ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന, ശഅബാൻ 15ന്റെ അന്ന് രാത്രി, ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, എന്നിട്ട് അവന്റെ മുഴുവൻ സൃഷ്ടികൾക്കും എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിൻ, ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കിനും അതുപോലെ ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി അല്ലാതെ പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കും അല്ലാഹു തആല അന്ന് പുറത്തു കൊടുക്കുകയില്ല എന്ന്.